ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നന്ദൻ്റെയും അവന്തികയുടെയും ജീവിതം എന്നും നന്നായിട്ടിരിക്കണം എന്നൊക്കെ ഇങ്ങനെ സേതു അർച്ചനയോട് പറയുന്നുണ്ട്. അർച്ചന ആ കാര്യം പറയാനായിട്ടായിരുന്നു സേതുവിൻ്റെ അരികിലേക്ക് വന്നത്. എന്നാൽ അർച്ചന പറയാതെ തന്നെ എന്തോ ഒരു സംശയം തോന്നിയിരിക്കുകയാണ് സേതുവിന്. അതുകൊണ്ട് അർച്ചന ആ കാര്യം സേതുവിനോട് പറഞ്ഞതുമില്ല. പിന്നീട് കാണിക്കുന്നത് അർച്ചന ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ചിരിക്കുകയാണ്. സച്ചി അരികിലേക്ക് വരുന്നു. എന്താ ഇത്ര വലിയ ആലോചന? ഇനി 2 ദിവസം കൂടി ഉള്ളൂ. മറ്റേയിലെ കിറ്റ് വാങ്ങിക്കുന്ന കാര്യം എന്നൊക്കെ ഇങ്ങനെ സച്ചി പറയുന്നു. എന്ത് കിറ്റ് എന്ന് അർച്ചന ചോദിക്കുമ്പോൾ അല്ല, പ്രഗ്നൻസി കിറ്റിന്റെ കാര്യമാണ് പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ സച്ചി പറയുന്നു. ഓ, അത് 2 ദിവസം കൂടി കഴിയട്ടെ. അല്ല, എന്തിനാ ഇപ്പോൾ ധൃതി കൂട്ടുന്നത് എന്ന് അർച്ചന പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, അല്ല എന്നാലും ഒരു ആകാംക്ഷ. കയറാൻ വയ്യാത്ത മലയൊക്കെ കയറി പൂജയൊക്കെ ചെയ്തതല്ലേ, പിന്നെ ആകാംക്ഷ ഇല്ലാതിരിക്കോ എന്ന് സച്ചി പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, പൂജ നടത്തിയതിന് എന്തായാലും ഫലമുണ്ടാകും, അത് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ഡോക്ടർ ഈശാനയുടെ ട്രീറ്റ്മെന്റിന്റെ കാര്യമല്ല എന്ന് തോന്നുമല്ലോ എന്ന് സച്ചി പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, രണ്ടുമുണ്ട്. മനുഷ്യർക്ക് ഈ ഭൂമിയിൽ സന്തോഷത്തോടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ മെഡിസിനും വേണം, വിശ്വാസവും വേണം. എനിക്ക് ഉറപ്പുണ്ട് ഇത്തവണ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടാകും. ഉണ്ടായാൽ ദൈവത്തിന് കൊള്ളാം എന്ന് സച്ചി പറയുമ്പോൾ അർച്ചന ചോദിക്കുന്നു, എന്താ പറഞ്ഞത്? അല്ല, ഇതുവരെ പ്രാർത്ഥിച്ചതിന്റെ റിസൾട്ട് തന്നില്ലെങ്കിൽ ഇനിയും പ്രാർത്ഥിച്ച് പുള്ളിക്കാരെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അവസാനം ശല്യം സഹിക്കാതെ വയ്യാതാകുമ്പോൾ ഒരു കുഞ്ഞിനെ നമുക്ക് തരും. എല്ലാം നമ്മുടെ മോളുടെ ഭാഗ്യമാണ്. അവൾ വന്ന് കയറിയതിന് ശേഷമാണെല്ലാം പോസിറ്റീവ് ആവാൻ തുടങ്ങിയത്. അല്ലെങ്കിലും അവളല്ലേ നമ്മുടെ മൂത്ത കുട്ടി. അവൾ കഴിഞ്ഞേ ഉള്ളൂ നമുക്ക് എന്തുമെന്ന് അർച്ചന പറയുന്നു. അല്ല, നന്ദേട്ടന്റെ കാര്യം വല്ലതും അച്ഛൻ ചോദിച്ചായിരുന്നോ എന്ന് സച്ചി പറയുന്നുണ്ട്. ഓഫീസിലെ കാര്യങ്ങളിൽ നന്ദേട്ടൻ വേണ്ടത്ര ശ്രദ്ധ കാണിക്കുന്നില്ലെന്ന് അച്ഛൻ പറഞ്ഞിരുന്നു. സച്ചി പറയുന്നു, അച്ഛന്റെ പരാതി ശരിയാണ്. പല ദിവസങ്ങളിലും നന്ദേട്ടൻ ഇപ്പോൾ ഓഫീസിലില്ല. 1-2 ദിവസം ഓഫീസിൽ വരാതെ ഇങ്ങോട്ട് പോയിട്ടുണ്ട്. ചോദിച്ചു, പക്ഷെ നന്ദേട്ടൻ എന്തോ പറഞ്ഞു ഒഴിഞ്ഞു മാറി. പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായി നന്ദേട്ടൻ എവിടെയാണെന്ന്. നന്ദേട്ടൻ സന്ധ്യ ഡോക്ടറിനൊപ്പമായിരുന്നു അവരുടെ ഫ്ലാറ്റിൽ. തുടർന്ന് അവന്തികയെ കാണിക്കുന്നുണ്ട്. അവന്തികയുടെ അരികിലേക്ക് നന്ദൻ വരുന്നു. നിന്റെ തീരുമാനം എന്താ എന്ന് നന്ദൻ ചോദിക്കുമ്പോൾ അവന്തിക പറയുന്നുണ്ട്, എന്റെ തീരുമാനം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഡിവോഴ്സ് പെറ്റീഷനിൽ ഞാൻ ഒപ്പിടില്ല. ആ തീരുമാനത്തിന് ഒരു മാറ്റവുമില്ല. ഈ വീട് വിട്ടു പോകേണ്ടി വരും എന്നുള്ളത് കൊണ്ടാണോ, അതോ ഇന്ന് അനുഭവിക്കുന്ന ഈ ഒരു സൗഭാഗ്യം നഷ്ടപ്പെടുമെന്നുള്ളത് കൊണ്ടാണോ? എങ്കിൽ അതിൻ്റെ ഇരട്ടി ഞാൻ നഷ്ടപരിഹാരമായി തന്നേക്കാം എന്ന് നന്ദൻ പറഞ്ഞു. എനിക്കൊരു നഷ്ടപരിഹാരവും ആവശ്യമില്ല. പഴയ കാര്യങ്ങളൊക്കെ നമുക്ക് മറക്കാം, എന്നിട്ട് പുതിയൊരു ജീവിതം തുടങ്ങാം എന്ന് അവന്തിക പറയുമ്പോൾ നന്ദൻ പറയുന്നു, മറക്കാൻ പറയാൻ എളുപ്പമാണ്, പക്ഷെ അത് അനുഭവിച്ചവർക്ക് അത് പെട്ടെന്ന് മറക്കാൻ കഴിയില്ല. ജീവിതകാലം മുഴുവനും അതുണ്ടാകും. മരണം കൊണ്ട് മാത്രമേ അത് മാറൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വേർപിരിയുന്നതാ നല്ലത്. അവന്തിക പറയുന്നു, നന്ദേട്ടൻ ഞാൻ പഴയ ആളല്ല, ഞാൻ ഒരുപാട് മാറി. അനുഭവങ്ങളെ മാറ്റി എന്ന് പറയുന്നതായിരിക്കും ശരി. അനുഭവങ്ങളിലൂടെയാണ് ഒരാൾ മാറിയെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. നിന്റെ കാര്യത്തിൽ എനിക്കത് തോന്നുന്നില്ലെന്ന് നന്ദൻ പറയുമ്പോൾ അവന്തിക പറയുന്നുണ്ട്, അപ്പോൾ സന്ധ്യയുടെ കാര്യത്തിലോ? നന്ദേട്ടനെ ഭാര്യയാക്കാൻ അവൾ മാറിക്കഴിഞ്ഞോ? എന്താ മറുപടി പറയാത്തത്? സന്ധ്യയുടെ ഭർത്താവാകാൻ നന്ദേട്ടൻ മനസ്സുകൊണ്ട് തയ്യാറായോ? തൽക്കാലം ഞാൻ ഇതിനെതിരെ മറുപടി പറയുന്നില്ല എന്ന് നന്ദൻ പറയുമ്പോൾ അവന്തിക പറയുന്നു, മറുപടി പറയാത്തത് എന്താണെന്ന് എനിക്കറിയാം. അർച്ചനയോട് നന്ദേട്ടൻ പറഞ്ഞത് ഞാൻ കേട്ടോ. അത് ഞാൻ മറക്കാം, നന്ദേട്ടനെ മനസ്സ് മാറ്റാൻ തയ്യാറാണെങ്കിൽ. അങ്ങനെ പെട്ടെന്ന് മാറ്റാൻ കഴിയുന്നതല്ലല്ലോ, ഉറപ്പിച്ച ഒരു തീരുമാനം എടുത്തതല്ലേ എന്ന് നന്ദൻ പറയുമ്പോൾ അവന്തിക പറയുന്നു, അപ്പോൾ പിന്നെ എനിക്ക് എൻ്റെ തീരുമാനവും മാറ്റാൻ കഴിയില്ല, മനസ്സിലായില്ലേ? ഡിവോഴ്സ് പെറ്റീഷനിൽ ഞാൻ ഒപ്പിടില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ഞാനതിൽ ഒപ്പിടാം. പക്ഷേ അതിൽ ഒപ്പിടാനായിട്ട് നിങ്ങളുടെ അച്ഛൻ തന്നെ എന്നോട് പറയണം, അല്ലാതെ ഞാനത് ചെയ്യില്ല. നിങ്ങളെ മറ്റൊരുത്തേക്ക് ഞാൻ വിട്ടു കൊടുക്കത്തുമില്ല. ഇത്രയും പറഞ്ഞ് അവന്തിക ദേഷ്യത്തോടെ പോകുമ്പോൾ വളരെ ദേഷ്യത്തോടെ നിൽക്കുകയാണ് നന്ദൻ. രാവിലെ തന്നെ എല്ലാവരും ഡൈനിങ് ഹാളിൽ ഇരിക്കുന്നുണ്ട്. സേതുമാധവൻ, പിന്നെ നന്ദൻ, അവന്തിക, സച്ചി, സന്ദീപ്. ചായ എല്ലാവർക്കും കൊടുക്കുകയാണ് അർച്ചന. ഇതിനിടയിൽ സേതു നന്ദനോട് ചോദിക്കുന്നു, നന്ദ, കഴിഞ്ഞ 2 ദിവസം നീ ഓഫീസിലില്ലായിരുന്നല്ലോ, എവിടെ പോയി? ഞാനങ്ങ് പോയില്ലെന്ന് നന്ദൻ. ആര് പറഞ്ഞു? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞാൻ ശ്രദ്ധിക്കുന്നു. നിനക്ക് എന്താ പറ്റിയത് എന്നെ സേതു ചോദിക്കുമ്പോൾ നന്ദൻ പറയുന്നു, ഇല്ല, അച്ഛന് തോന്നിയതായിരിക്കും. ഞാൻ എന്തെങ്കിലും ആവശ്യത്തിന് പോയ സമയത്തായിരിക്കും അച്ഛൻ ഓഫീസിലേക്ക് വിളിച്ചത്. ആണോ? നന്ദൻ പഴയതുപോലെ ബിസിനസ് കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ എന്ന് സേതു മറ്റുള്ളവരോട് ചോദിക്കുന്നുണ്ട്. അച്ഛനെന്താ എന്നെ കുറ്റപ്പെടുത്തുന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തോ എന്ന് നന്ദൻ ചോദിക്കും. നീ തെറ്റ് ചെയ്തു എന്നല്ല ഞാൻ പറയുന്നത്. ഓരോ ദിവസവും ഓരോരോ തന്ത്രങ്ങളാണ് മാർക്കറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ബിസിനസ് കോമ്പറ്റീഷനാണ്. ആ സമയത്ത് നിങ്ങൾ ആരെങ്കിലും ബിസിനസ് കാര്യങ്ങളിൽ ശ്രദ്ധിക്കാതിരുന്നാൽ നമ്മൾ പുറകോട്ട് പോകും. അങ്ങനൊന്നുമില്ല, നന്ദേട്ടൻ ആവശ്യമില്ലാതെ എങ്ങോട്ട് പോകുന്നില്ല എന്ന് സച്ചി പറയുന്നു. സന്ദീപ് പറയുന്നു, ജസ്റ്റ് ഓഫീസിലേക്ക് 2 ദിവസം പോയിരുന്നു. ആ സമയത്തായിരിക്കും അച്ഛൻ വിളിച്ചത് എന്ന് സന്ദീപും പറയുന്നു. ഓക്കെ, ഞാൻ തർക്കിക്കുന്നില്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മറ്റൊരു കാര്യമാണ്. നന്ദന്റെ കാര്യം തന്നെയാണ്.
മറ്റൊന്നുമല്ല, അടുത്ത ദിവസം നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി അല്ലേ, അത് നമുക്ക് ഗംഭീരമായി നടത്തണം. എന്താ അവനിക്ക് അത് വേണ്ട എന്ന് ചോദിക്കുന്നുണ്ട് സേതു. അത് വേണ്ട എന്ന് നന്ദൻ. എനിക്ക് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ ഒരു താല്പര്യമില്ലെന്ന് പറയുമ്പോൾ അവന്തിക പറയുന്നു എനിക്ക് താല്പര്യമുണ്ടെന്ന്. അർച്ചന പറയുന്നു വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നത് നല്ലതാണ്, പക്ഷെ അത് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അവരല്ലേ. അവരുടെ സ്വാതന്ത്ര്യം അവർക്ക് വിട്ടുകൊടുക്കുന്നതല്ലേ അച്ഛാ നല്ലത് എന്ന് അർച്ചന പറയുന്നു. എനിക്ക് തീരെ താല്പര്യമില്ലാത്ത കാര്യമാണ് ഈ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന കാര്യം. സേതു പറയുന്നു എന്നാൽ എനിക്ക് അങ്ങനെയല്ല, ഇത്തവണ നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി നന്നായിട്ട് ആഘോഷിക്കാനാണ് എൻ്റെ തീരുമാനം. അതിന്റെ ചുമതല ഞാൻ ഏൽപ്പിക്കുന്നത് അർച്ചനയാണ്. നന്ദനും അവനികയ്ക്കും എന്റെ തീരുമാനത്തിൽ എന്തെങ്കിലും എതിർപ്പുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു എതിർപ്പും ഇല്ല അച്ഛാ, എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് അവന്തിക. എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, അതെനിക്ക് മാറ്റിവെക്കാൻ കഴിയില്ല എന്ന് നന്ദൻ. അതുകൊണ്ട് ഇത് വേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ എമർജൻസി ആയാലും ഇത്തവണത്തെ നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ ഞാൻ തീരുമാനിച്ചു എന്ന് സേതു. ചിലപ്പോൾ ഇതെന്റെ അവസാനത്തെ ആഗ്രഹമാണെങ്കിലോ, മനുഷ്യന്റെ കാര്യമല്ല, എപ്പോഴേ ഏതാണെന്ന് പറയാൻ കഴിയില്ലല്ലോ. എന്തായാലും ഈ വെഡിങ് ആനിവേഴ്സറി നടക്കണം എന്ന് സേതു പറയുമ്പോൾ നന്ദൻ പറയുന്നു എനിക്ക് താല്പര്യമില്ലാത്ത കാര്യം എന്തിനാ അച്ഛൻ നിർബന്ധിക്കുന്നത്? എടാ, ഒരു മനുഷ്യ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന വളരെ കുറച്ച് ദിവസങ്ങളാണ്, അത് ആഘോഷിച്ചില്ലെങ്കിൽ പിന്നെ നീ ജീവിച്ചിരിക്കുന്നത് എന്തിനാ? എന്തായാലും എൻ്റെ തീരുമാനത്തിൽ മാറ്റമില്ല, ബാക്കി ഞാൻ അർച്ചനയെ ഏൽപ്പിച്ചു കഴിഞ്ഞു. നന്ദൻ പറയുന്നു എൻ്റെ തീരുമാനം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, എനിക്കിതിലൊരു താല്പര്യമില്ല, അത് പറ്റില്ല എന്ന്. എന്തൊക്കെ സംഭവിച്ചാലും വെഡിങ് ആനിവേഴ്സറിക്ക് നീ ഇവിടെ ഉണ്ടാകണം എന്ന് പറഞ്ഞ് സേതു അവിടെ നിന്ന് പോകുന്നു. എന്നാൽ പിന്നെ ആഘോഷം തുടങ്ങുകയല്ലേ എന്ന് അവന്തിക. തുടങ്ങാം, പക്ഷേ എടുത്ത ഒരു കാര്യം മനസ്സിലാക്കണം. എടുത്തിയുടെ സ്നേഹം ഉണ്ടായിട്ടോ പഴയ കാര്യങ്ങൾ മറന്നിട്ടോ അല്ല ഞാൻ ഇതിന് മുൻകൈ എടുക്കുന്നത്. ഈ വീട്ടിൽ അവസാനത്തെ വാക്ക് അച്ഛൻ്റെതാണ്. അച്ഛൻ്റെ ആഗ്രഹങ്ങളാണ് ഈ വീട്ടിൽ എല്ലാവരും വലുതായി കാണുന്നത്. അച്ഛനെ വിഷമിപ്പിക്കാൻ എനിക്ക് കഴിയില്ല, അതുകൊണ്ട് മാത്രം അച്ഛൻ എന്നെ ഏൽപ്പിച്ച ചുമതല ഞാൻ ഭംഗിയായിട്ട് ചെയ്യും. ഇത്രയും പറഞ്ഞ അർച്ചനയും സച്ചിയും ഒക്കെ അവിടെ നിന്ന് പോകുന്നുണ്ട്. എല്ലാവരും പോകുന്നു. അവന്തിക ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട്. തുടർന്ന് സന്ധ്യയെ കാണിക്കുന്നു. അർച്ചന സന്ധ്യയെ കാണാൻ വന്നിരിക്കുകയാണ്. സന്ധ്യ ദേഷ്യത്തോട് തന്നെ അർച്ചനയോട് പറയുന്നു അച്ഛനെ ഓർത്ത് ഇപ്പോഴും എല്ലാം സഹിക്കുന്നു, അത് എല്ലാവരെക്കാളും അറിയാവുന്നത് അർച്ചനയ്ക്കല്ലേ, പിന്നെ അർച്ചന എന്തിനാ ഇതിന് കൂടുന്നത് എന്ന് സന്ധ്യ അർച്ചനയോട് ചോദിക്കുന്നുണ്ട്. അതെനിക്കറിയാം, പക്ഷേ എല്ലാം കൂടി ആലോചിക്കുമ്പോൾ എനിക്കൊരു തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല. പണ്ട് നിങ്ങൾ എല്ലാത്തിനും ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, കൂടെ നിന്നിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ മനസ്സുകൊണ്ട് നിങ്ങളുടെ കൂടെയാണ്. പക്ഷെ അച്ഛൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് അച്ഛനോട് പറയാൻ കഴിയുന്നില്ല. എന്നേക്കാൾ കൂടുതൽ അച്ഛനെ അറിയാവുന്നത് ഡോക്ടർക്കല്ലേ. ഈ കാര്യത്തിൽ അച്ഛനെ വേദനിപ്പിക്കാൻ ഡോക്ടർക്ക് കഴിയുമോ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ ഒരിക്കലും കഴിയില്ല. ഒരു മകളെ പോലെ എന്നോട് കാണിച്ച കരുതലിനും സ്നേഹത്തിനും അച്ഛൻ എന്ത് പകരം കൊടുത്താലും മതിയാകില്ല. ഇനി ഞാൻ നിൽക്കുന്നത് അച്ഛനുള്ളത് കൊണ്ടാണ്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ നന്ദനെ വേദനിപ്പിക്കാൻ എനിക്ക് കഴിയില്ല. ഞങ്ങൾക്ക് ഇനി ഒരിക്കലും പരസ്പരം പിരിയാൻ സാധിക്കില്ല. ഒരർത്ഥത്തിൽ ഈ കാര്യം അർച്ചന എന്നോട് സംസാരിച്ചത് നന്നായി. ആരോടെങ്കിലും ഇതൊന്നും പറയാൻ കഴിയാത്ത ടെൻഷനിലായിരുന്നു ഞാൻ. ഇപ്പോൾ മനസ്സുകൊണ്ട് ആശ്വാസമുണ്ട്. പക്ഷേ അർച്ചന പറയുന്നു ഇതോടെ നഷ്ടപ്പെട്ടത് എൻ്റെ സമാധാനമാണ്. നിങ്ങൾ രണ്ടുപേരെയും കുറ്റപ്പെടുത്താൻ എനിക്ക് കഴിയില്ല, പ്രത്യേകിച്ച് നന്ദേട്ടൻ അനുഭവിച്ച പീഡനങ്ങൾ അറിയാവുന്ന ആളാണ് ഞാൻ. ഇത്രയും കാലമായിട്ടും എല്ലാം ആ വീടിന് വേണ്ടി അച്ഛനോടൊന്നും പറയാതെ കൊണ്ട് നടക്കുകയാണ് ഞാൻ. അച്ഛനെ സംബന്ധിച്ച് അവന്തികയെടുത്ത ആ വീട്ടിലെ മൂത്ത മരുമകളാണ്. 7 വർഷം മരുമകളെ ഉപേക്ഷിച്ച് എവിടെയോ പോയി എന്നല്ലാതെ 7 വർഷം മരുമകൾ തന്നെ സ്വന്തം മകനെ പൂട്ടിയിട്ട് ഉപദ്രവിച്ചതാണെന്ന് അച്ഛൻ അറിയില്ല. ഓരോ തവണയും അവന്തികയെടുത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ അച്ഛനോടെല്ലാം തുറന്നു പറഞ്ഞാലോ എന്ന് ഞാൻ ചിന്തിക്കും. ജീവന് തുല്യം അച്ഛനെ സ്നേഹിക്കുന്ന ഒരു മകൻ, കുടുംബത്തിന്റെ അഭിമാനത്തിനും അച്ഛൻ്റെ സന്തോഷത്തിനു വേണ്ടിയെല്ലാം സഹിക്കുന്ന ഒരു മകൻ, അതാണ് നന്ദേട്ടൻ. പക്ഷേ നന്ദനെക്കുറിച്ച് അർച്ചനയ്ക്ക് അറിയാത്ത ചിലതുണ്ട്. ആരോടും പറയരുതെന്ന് നന്ദൻ എന്നെ വിലക്കിയതാണ്. പക്ഷേ എനിക്കിപ്പോൾ ഈ കാര്യം അർച്ചനയോടെങ്കിലും പറഞ്ഞേ പറ്റൂ. കുറച്ച് നാളായി ഡിപ്രഷന് ട്രീറ്റ്മെൻറ്റ് നടത്തുന്ന ആളാണ് നന്ദൻ. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നന്ദനെ മരണത്തിന് വിട്ടുകൊടുക്കില്ല. എനിക്ക് മനസ്സിലാവും. പക്ഷേ എന്തൊക്കെയായാലും നാളെ ആ വെഡിങ് ആനിവേഴ്സറി നടക്കണം. നന്ദേട്ടൻ അതിൽ പങ്കെടുക്കണം. അച്ഛൻ്റെ ആഗ്രഹം നടക്കണം. ഡോക്ടർ തന്നെ ഈ കാര്യം നന്ദേട്ടനോട് പറയണം എന്ന് അർച്ചന പറയുന്നു. ഒടുവിൽ പറയാമെന്ന് സമ്മതിക്കുകയാണ് സന്ധ്യ. തുടർന്ന് ഫ്ലാറ്റിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് സന്ധ്യ. അവിടേക്ക് നന്ദൻ എത്തി. വളരെ സന്തോഷത്തോടെയാണ് നന്ദൻ്റെ വരവ്. തൻ്റെ മുഖത്തൊരു സന്തോഷമില്ലാത്തത് എന്താണെന്ന് ചോദിക്കുന്നു. തനിക്ക് ഞാനൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്, എന്താണെന്ന് നോക്കിയേ എന്ന് പറഞ്ഞ് സന്ധ്യയ്ക്ക് നന്ദൻ അത് കൊടുത്തു. എന്നാൽ അത് തുറന്നു നോക്കാതെ സന്ധ്യ അവിടെ കൊണ്ടുവയ്ക്കുന്നു. താനെന്തായാലും നോക്കുക പോലും ചെയ്യാത്തത്. സാധാരണ എന്തെങ്കിലും ഗിഫ്റ്റ് തരുമ്പോൾ എക്സൈറ്റഡ് ആകുന്ന ആളല്ലേ താൻ, എന്നിട്ടിപ്പോൾ എന്താ മുഖം തെളിയാത്തത് എന്ന് നന്ദൻ ചോദിക്കുന്നു. നന്ദൻ എന്ത് തന്നാലും എനിക്ക് സന്തോഷമാണ്, പക്ഷേ ഇപ്പോൾ ഞാനൊക്കെ കൺഫ്യൂഷനിലാണ് എന്ന് സന്ധ്യ. അർച്ചന ഇന്നെ കാണാൻ വന്നിരുന്നു. നമ്മുടെ എല്ലാ കാര്യങ്ങളും അർച്ചനയ്ക്ക് അറിയാവുന്നതാണ്. പക്ഷേ അർച്ചന
ഇപ്പോൾ ആകെ സങ്കടത്തിലാണ്. ഇത് കേട്ട് നന്ദൻ പറയുന്നു, അർച്ചന സന്ധ്യ കാണാൻ വന്നതിൽ എനിക്ക് അത്ഭുതമൊന്നുമില്ല. ഞാനത് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ എന്തിനാണ് കാണാൻ വന്നത്? നാളെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ അച്ഛൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അല്ലേ? എന്നിട്ട് അത് എന്നോട് പറയാത്തത് എന്താണെന്നും സന്ധ്യ ചോദിക്കുന്നു. ഞാനത് മറച്ചു വെച്ചതല്ല, ഓർത്തില്ല, അത്രയേ ഉള്ളൂ. അല്ലെങ്കിലും ഞാൻ അതിന് അത്രേ പ്രാധാന്യം കൊടുക്കുന്നുള്ളൂ എന്ന് നന്ദൻ പറയുന്നു. എന്തായാലും വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ പോകാതിരിക്കാൻ കഴിയില്ലല്ലോ. അച്ഛൻ തീരുമാനിച്ചാൽ പിന്നെ നന്ദൻ എതിർക്കത്തുമില്ലല്ലോ എന്ന് സന്ധ്യ പറയുമ്പോൾ നന്ദൻ പറയുന്നു, ഇല്ലായിരുന്നു, പക്ഷേ ഇനി ഞാൻ എതിർക്കാതിരിക്കില്ല. എന്നെ ബാധിക്കുന്ന തീരുമാനങ്ങൾ ഇനി ഞാൻ എടുത്തേ പറ്റൂ, അല്ലെങ്കിൽ അത് ശരിയാവില്ല. നാളത്തെ എൻ്റെ ബർത്ത്ഡേ ആഘോഷം മാറ്റിവെച്ചാലോ എന്ന് സന്ധ്യ ചോദിക്കുമ്പോൾ എന്തിനാ അത് മാറ്റിവെക്കുന്നത് എന്ന് നന്ദൻ പറയുന്നു. നന്ദനെ ഉപേക്ഷിക്കാൻ സാധിക്കില്ലെന്ന് എനിക്കറിയാം, പക്ഷേ തിരിച്ചെനിക്കും അത് പറ്റില്ല. പക്ഷെ അവധിക, അവളിപ്പോഴും നന്ദന്റെ ഭാര്യയാണ്. അച്ഛൻ്റെ ആഗ്രഹം നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കണം എന്നാണ്. എന്നാര് പറഞ്ഞു? അർച്ചന അങ്ങനെ സന്ധ്യയോട് പറഞ്ഞോ എന്ന് നന്ദൻ ചോദിക്കുന്നു. പറഞ്ഞു എന്ന് സന്ധ്യ. അർച്ചനാക്കി സങ്കടത്തിലാണ്. നമ്മുടെ പക്ഷത്ത് നിൽക്കണോ, അച്ഛൻ്റെ പക്ഷത്ത് നിൽക്കണോ? അതാണ് അർച്ചനയുടെ ധർമ്മസങ്കടം. ഇത് കേട്ട് നന്ദൻ പറയുന്നു, വെഡിങ് ആനിവേഴ്സറിയൊക്കെ ഏർപ്പാടാക്കാൻ അച്ഛൻ അർച്ചനയോടാണ് പറഞ്ഞത്. അച്ഛൻ ആ ചുമതല അർച്ചനയെ ഏൽപ്പിച്ചത് മനഃപൂർവ്വമായിരിക്കുമെന്ന് സന്ധ്യ. എന്തായാലും അവിടെ വെഡിങ് ആനിവേഴ്സറിയുടെ ആഘോഷത്തിൽ ഞാൻ പങ്കെടുക്കില്ല. സന്ധ്യ പറയുന്നു, ഞാൻ കാരണം വെഡിങ് ആനിവേഴ്സറിയും മുടങ്ങരുത് എന്ന് പറയാനാണ് അർച്ചന വന്നത്. ഇത് കേട്ട് ദേഷ്യത്തിലിരിക്കുകയാണ് നന്ദൻ. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.